ஹலோ ஃப்ரெண்ட்ஸ், என்னோடய கல்யாண வீடியோ வந்து இன்னும் ஒரு 15 செகண்ட்ஸில் ஆரம்பிக்க போகுது. இது கண்டிப்பாக எல்லோரும் கண்டு பார்க்கணும். தயவுசெய்து எல்லோரும் பாருங்கள். ஓகே. It's your constant love that gives me strength. Under the starlight we'll find our way, I know. This is the start of something beautiful. With you by my side, there's no place that we can't go.
അവൾ വരും വസന്തമായി ഇതൾ തൊടും വിലോലമായി മിഴിയാകെ കനവേകാൻ മനമാകെ കതിരാടാൻ കാണും നേരം മൗനം പോലും ഗാനമായി മാറുവാൻ ചാരേ തൂവൽ വീശും വെൺപ്രാവിൻ മന്ത്രണം കേൾക്കുവാൻ ഒഴുകാനുള്ളിലെ തേന്മതി വിടരാനുള്ളിലെ വെൺമതി ഒഴുകാനുള്ളിലെ തേന്മതി വിടരാനുള്ളിലെ വെൺമതി വിരലുകൾ കോർക്കാൻ മൃദുമൊഴി കേൾക്കാനായി ഉടലുണരുന്നു ഉயிருണരുന്നു വിരലുകൾ കോർക്കാൻ മൃദുമൊഴി കേൾക്കാനായി ഉടലുണരുന്നു ഉയിരുണരുന്നു ദൂരെ ഈ വിവാഹാഘോഷവേളയുടെ സന്തോഷം പങ്കിടാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏവരെയും ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. തികച്ചും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ വിവാഹം ക്രമീകരിച്ചിരിക്കുന്നത്. വളരെ ചുരുങ്ങിയ ആളുകളെ മാത്രമേ ക്ഷണിച്ചിരിക്കുന്നുള്ളൂ. ഈ വിവാഹം ക്രമീകരിച്ചിരിക്കുന്നത് വെർച്വൽ മീറ്റിംഗിലൂടെയും ഞങ്ങൾ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ വ്യക്തികളെയും ഒരിക്കൽ കൂടി ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി നമുക്ക് വരനെയും വധുവിനെയും വേദിയിലേക്ക് ക്ഷണിക്കാം. വിവാഹം എന്നത് രണ്ട് വ്യക്തികളുടെ കൂടിച്ചേരലാണ്. എന്നാൽ ഇതിന് പുറമെ രണ്ട് കുടുംബങ്ങളുടെ കൂടിച്ചേരൽ കൂടിയാണ് വിവാഹം എന്ന ക്രമീകരണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരുടെ മാതാപിതാക്കളെയും പരിചയപ്പെടാം. ജെബിന്റെ മാതാപിതാക്കൾ ജോസ് മാത്യുവും റോസ്ലിൻ മാത്യുവും ജോസ് ആണ്. കൂടാതെ ലിവിയുടെ മാതാപിതാക്കൾ ജോഷുവ സുരേഷ്, കൂടാതെ മദർ സൂസൻ ജോഷുവ. അപ്പോ നമ്മൾക്ക് ഈ വിവാഹത്തിന്റെ പ്രധാന ഭാഗത്തേക്ക് കടന്നു വരാം. അത് ബൈബിൾ അധിഷ്ഠിത ഒരു വിവാഹ പ്രസംഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഗീതം ആലപിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. 131 യഹോവയുടെ സാക്ഷികളുടെ പാട്ടുപുസ്തകത്തിലെ 131 ഗീതം. സ്നേഹവാനും കാരുണ്യനിധിയുമായ സർവശക്തനായ യഹോവയാം ദൈവം അങ്ങേ സ്തുതിക്കുന്നതിനും
ആരാധിക്കുന്നതിനും വേണ്ടി ഈ സമയം ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ചിരിക്കുന്നു. ഇന്നത്തെ ഈ സുദിനം ജെബിൻ്റെയും ലിവിയുടെയും ജീവിതത്തിൽ വളരെ സുപ്രധാനമായ ഒരു ദിവസമാണ്. അവർ വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ വളരെയധികം ഉത്തരവാദിത്വങ്ങളും കൂടിയാണ് അവർ ഈ ജീവിതത്തിലോട്ട് കടന്നു വരുന്നത്. അവർക്ക് വേണ്ടുന്ന അനുഗ്രഹവും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അവരെ ശക്തീകരിക്കുകയും ആത്മീയമായും ഭൗതികമായും നല്ല വിധത്തിൽ മുൻപോട്ട് പോകുന്നതിന് നല്ല ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് അങ്ങയുടെ സഹായവും അനുഗ്രഹവും നൽകണമേ. അവരുടെ ഈ വിവാഹാഘോഷത്തിന് പങ്കുചേരാൻ സൂമിലൂടെയും യൂട്യൂബിലൂടെയും കൂടാതെ ഇപ്പോൾ വിവാഹവേദിയിൽ ആയിരിക്കുന്നവരെയും എല്ലാം പ്രാർത്ഥനയിൽ ഓർക്കുന്നു. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ആയിരിക്കുമ്പോഴും അങ്ങയുടെ അനുഗ്രഹത്താൽ അവരെ വഴി നയിക്കുകയും ജെവിൻ്റെയും ലിവിയുടെയും ജീവിതത്തിൽ ആ സന്തോഷം പങ്കിടുന്നതിന് വേണ്ടി അവർ ഇപ്പോൾ കൂടിയായിരിക്കുന്നു. പൂർണ്ണമായ ആശ്രയം വെച്ചുകൊണ്ട് ജീവിതം നയിക്കുവാൻ അവരെ ഇരുവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ പിതാവേ. ഇതിനുശേഷം ഉള്ള വിവാഹ പ്രസംഗത്തിലൂടെ കിട്ടുന്ന ബുദ്ധിയുപദേശവും അതിലെ മാർഗനിർദ്ദേശവും എല്ലാം ജീവിതത്തിൽ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ ബാധകമാക്കുവാൻ കിട്ടുന്ന അവസരമാണ്. അതെല്ലാം നന്നായി ശ്രദ്ധിക്കുന്നതിനും അതിൽ നിന്ന് നല്ല പ്രയോജനം നേടുന്നതിനും ഇരുവരെയും അങ്ങ് സഹായിക്കണമേ പിതാവേ. ചേർന്നിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടി ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എളിയ യാചനകളും പ്രാർത്ഥനകളും അപേക്ഷകളും അങ്ങയുടെ ഇഷ്ടപുത്രനും ഞങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ മറുവിലയായി നൽകി ഇപ്പോൾ സ്വർഗത്തിൽ വാണിടുന്ന യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും വിലയേറിയ നാമത്തിൽ ഞങ്ങൾ താഴ്മയോടെ യാചിക്കുന്നു. കരുണയുള്ള പിതാവേ, കൃപാപൂർവ്വം കേട്ട് ഉത്തരമരുളുമാറാകണമേ. ബൈബിൾ അധിഷ്ഠിത പ്രസംഗമാണ് കേൾക്കാനുള്ളത്. അത് നമുക്ക് നിർവഹിക്കുന്നത് അനൂപ് MS സഹോദരനാണ്. സഹോദരനെ ഹാർദവമായി സൂമിലൂടെ ക്ഷണിക്കുന്നു. സൂമിലാണ് സഹോദരൻ പ്രസംഗം നടത്തുന്നത്. അതിനായി ഏവർക്കും കാതോർ. ജെബിനും ലിവിയായി കാരണം വളരെ നാളുകളായുള്ള അവരുടെ കാത്തിരിപ്പിന് ഇന്ന് സന്തോഷകരമായ ഒരു പര്യവസാനമാണ്. തീർച്ചയായും അവർക്ക് മാത്രമല്ല അവരുടെ മാതാപിതാക്കൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും നല്ല സന്തോഷമുണ്ട്. ഇനി കേരളത്തിന്റെ അകത്തുനിന്നും പുറത്തുനിന്നും ഒക്കെ ധാരാളം ആളുകൾ ഇന്റർനെറ്റിലൂടെ ഈ വിവാഹ ശുശ്രൂഷ നിരീക്ഷിക്കാൻ തയ്യാറായി വന്നിരിക്കുന്നു. എല്ലാവർക്കും ഈ കൂടിയൊരു വളരെ സന്തോഷമുള്ള ഒരു സംഗതിയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിവാഹ ദിവസത്തിൽ കൂടി വരുന്നതും ഒരുപക്ഷെ അതിനുവേണ്ടി കാത്തിരിക്കുന്നതൊക്കെ നമുക്ക് സന്തോഷം തരുന്നത്? അതിനൊരു കാരണമുണ്ട്. നമ്മളിപ്പോ അതിന്റെ കാരണത്തിലേക്ക് പോവുകയാണ്. ശരിക്കും ഈ വിവാഹം എന്നത് പലരും വിചാരിക്കുന്നത് പോലെ കേവലം ഒരു മനുഷ്യനിർമ്മിത ചടങ്ങല്ല. പകരം അത് നമ്മുടെ സൃഷ്ടാവും രൂപരചയിതാവുമായ യഹോവ ഏർപ്പെടുത്തിയ ഒരു ക്രമീകരണമാണ്, അല്ലെ? അത് മനുഷ്യവർഗത്തിന്റെ തുടക്കത്തിൽ ദൈവം ഏർപ്പെടുത്തിയ ഒരു ക്രമീകരണമാണ്. ബൈബിൾ പറയുന്ന അനുസരിച്ച് ആദ്യ മനുഷ്യനായി ഒരു പുരുഷൻ മാത്രമാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് ബൈബിൾ നമ്മോട് വ്യക്തമാക്കി തരുന്നു. ആദാം എന്നായിരുന്നു അതിന്റെ പേര്. എന്നാൽ ആദാമിന് വളരെ ഗൗരവമുള്ള ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. ദൈവം നേരിട്ട് നൽകിയ ഒരു അസൈൻമെന്റ് ആയിരുന്നു, അല്ലെ? എന്തായിരുന്നു? ആദാം തന്റെ മക്കളെ കൊണ്ട് ഭൂമി നിറയ്ക്കുകയും ഭൂമിയിലെ ജീവജാലങ്ങളുടെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് അവയെ അടക്കി ഭരിക്കുകയും ചെയ്യണമായിരുന്നു. പക്ഷെ ഈ അസൈൻമെന്റ് ആദാമിന് ഒറ്റയ്ക്ക് നിർവഹിക്കാൻ കഴിയില്ലെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. ശരിക്കും വളരെ പെർഫെക്റ്റ് ആയിട്ട് ചേർന്ന് നയിക്കുന്ന ആദാമിന്റെ കൂടെ ഒരു സഹായിയും പൂരകവുമായി വർത്തിക്കുന്ന ഒരുവൾ. അതുകൊണ്ട് യഹോവ മനുഷ്യനൊരു ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങുമ്പോൾ അവന്റെ വാരിയലുകളിൽ ഒന്നെടുത്ത ശേഷം അവിടുത്തെ മുറിവടച്ചു. പിന്നെ യഹോവ മനുഷ്യനിൽ നിന്നെടുത്ത വാരിയല് കൊണ്ട് ഒരു സ്ത്രീയെ ഉണ്ടാക്കി അവളെ മനുഷ്യന്റെ അടുത്ത് കൊണ്ടുവന്നു. അതെ, ആദ്യത്തെ വിവാഹ ക്രമീകരണം അങ്ങനെയായിരുന്നു. ആദാമിന്റെ തന്നെ ശരീരഭാഗത്ത് അഥവാ അതിന്റെ വാരിയലുകളിൽ നിന്ന് എടുത്തുകൊണ്ട് അതിനെ ഒരു സ്ത്രീയാക്കി ആദാമിന്റെ മുമ്പേ കൊണ്ടുവന്നു. അതായിരുന്നു ആദ്യത്തെ വിവാഹ ക്രമീകരണം. ശരിക്കും ആദ്യത്തെ സ്ത്രീ തികച്ചും സ്വതന്ത്രമായ ചിന്താപ്രാപ്തിയുള്ള ഒരു മനുഷ്യ സ്ത്രീ ആയിരുന്നെങ്കിലും ആദാമിന് ശരിക്കും തന്റെ ശരീരഭാഗം തന്നെയാണ് അവളെന്ന് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ആദാം അത് മനസ്സിലാക്കണമായിരുന്നു. യഹോവ അതാണ് അങ്ങനെയാണ്. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവർ രണ്ടുപേരും ഒരു ശരീരമായി തീരും എന്നാണ് പറയുന്നത്. എന്തായിരുന്നാലും ദൈവം നൽകിയ ഈ സമ്മാനം ആദാമിന്റെ സർഗവാസന, അവന്റെ ആ കലാപരമായ കഴിവിനെയൊക്കെ ഒന്ന് ഉത്തേജിപ്പിച്ചു. അവൻ വളരെ മനോഹരമായ ഒരു കവിത അതിന്റെ ഫലമായി രചിച്ചു.
നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും ആദാം എങ്ങനെയാണ് പണിത്. ഒടുവിൽ ഇതാ എന്റെ അസ്ഥിയും അസ്ഥിയും എൻ മാംസത്തിൻ മാംസവും നരനിൽ നിന്നെടുത്തവർക്ക് നാരി എന്ന പേരാകും. അതെ, അതുകൊണ്ട് സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ദൈവമായ യഹോവയാണ് വിവാഹത്തിന്റെ കാരണബോധൻ എന്നതുകൊണ്ടാണ് നമുക്ക് ഈ വിവാഹ ക്രമീകരണങ്ങളൊക്കെ പങ്കെടുക്കുന്ന ഒരു സന്തോഷകരമായ അനുഭവമായിരിക്കും. ഈ വിവാഹ ശുശ്രൂഷ മുഖ്യമായും നവവധുവിനെയും വരനെ ഉദ്ദേശിച്ചാണ് നിർവഹിക്കുന്നതെങ്കിലും നിരീക്ഷകരെന്ന നിലയിൽ കൂടി വന്നിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഇവിടെ ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ പ്രയോജനപ്രദമായിരിക്കും. വിശേഷം ജെബിനും ലിവിയായും വിവാഹത്തെക്കുറിച്ച് ഒരു ബൈബിൾ അധിഷ്ഠിത വീക്ഷണം വെച്ച് പുലർത്തേണ്ട ആവശ്യമുണ്ട്. എങ്ങനെ അവർക്ക് ഒരു സന്തോഷകരമായ വിവാഹ ജീവിതം ആസ്വദിക്കാൻ കഴിയും, എങ്ങനെ അത് നിലനിർത്താൻ കഴിയും? നമുക്കറിയാം, ഇന്ന് വിവാഹ ദിനത്തിൽ പരമാവധി സന്തോഷം കിട്ടാൻ വേണ്ടി ആളുകൾ പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നു. പണം മുടക്കിയും അല്ലാതെയൊക്കെ പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നുണ്ട് അല്ലെ. പക്ഷേ സങ്കടകരമായ ഒരു വസ്തുത, ഇന്നത്തെ കാലത്ത് സങ്കടകരമായ ഒരു സംഗതി സംഭവിക്കുന്നത്, വിവാഹ ദിവസത്തിന് ശേഷം പലപ്പോഴും ദമ്പതികൾക്ക് അവരുടെ ആ സന്തോഷം കുറഞ്ഞു പോയി അവസാനം അത് വേർപിരിയലിന്റെ പക്കോളം എത്തുന്നുണ്ട്. അങ്ങനെയാണ് ഇന്ന് അനേകം വിവാഹങ്ങളിലും സംഭവിക്കുന്നത്. നമുക്കൊന്ന് ചിന്തിക്കാം. വളരെ ഉയരത്തിൽ പറക്കുന്ന വർണ്ണശബളമായ പട്ടങ്ങൾ കാണുന്നത് നല്ല ഭംഗിയാണ്. പട്ടം അല്ലെ, നമ്മൾ പലരും അത് പറത്തിയിട്ടുണ്ടാവും. അത് കാണുന്നത് വളരെ ഭംഗിയാണ്. എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കുക, ഈ പട്ടത്തിന്റെ ചരട് വിട്ടുപോയാൽ അല്ലെങ്കിൽ അത് പൊട്ടിപ്പോയാൽ അതേ നേരം അതിങ്ങനെ ഉയർന്ന് പറക്കത്തുമില്ല, അത് എവിടെയെങ്കിലും താഴെ വീണ് നശിച്ചു പോകും. അപ്പൊ നമുക്ക് എന്താണ് മനസ്സിൽ പഠിക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് തുടക്കത്തിൽ സന്തോഷകരമാണ് വിവാഹമെങ്കിലും ആ സന്തോഷം നീണ്ടു നിൽക്കണമെങ്കിൽ വിവാഹത്തിന്റെ ഡിസൈനർ അഥവാ അത് രൂപകൽപ്പന ചെയ്ത ദൈവവുമായുള്ള ബന്ധം നിലനിർത്തിയാൽ മാത്രമേ, നവദമ്പതികൾ അങ്ങനെ നിലനിർത്തിയാൽ മാത്രമേ അവരുടെ സന്തോഷം നിലനിൽക്കുകയുള്ളൂ അല്ലെ. അല്ലെങ്കിൽ ചരട് പൊട്ടിയ പട്ടം പോലെ അത് നശിച്ചു പോയേക്കാം. അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ ഉള്ള പരസ്പരമുള്ള പെരുമാറ്റമൊക്കെ യഹോവ ആഗ്രഹിക്കുന്ന പോലെ തന്നെ വേണം. പരസ്പരം പിന്തുണയ്ക്കുന്ന നല്ല ഐക്യമുള്ള ദമ്പതികളെ ബൈബിൾ വിശേഷിപ്പിക്കുന്നത് മുപ്പിരി ചരട് അഥവാ മുപ്പിരി കയർ എന്നാണ്. കാരണം ഭാര്യയ്ക്കും ഭർത്താവിനും ദൈവത്തോടുള്ള സ്നേഹവും ആദരവും അവരുടെ വിവാഹത്തെ ചേർത്ത് നിർത്തും. നമുക്കറിയാം, നന്നായിട്ട് മുറുകി നിൽക്കുന്ന ഒരു മുപ്പിരി കയറ് അത് പെട്ടെന്ന് മുറിച്ചു മാറ്റാൻ നമുക്ക് പറ്റത്തില്ല. അതുപോലെ അത് വലിച്ചു പൊട്ടിക്കാനും പറ്റില്ല, കാര്യം അത്രയ്ക്ക് സ്ട്രോങ് ആയിരിക്കും. അപ്പം ഭാര്യയുടെയും ഭർത്താവിന്റെ ഇടയിൽ ദൈവത്തിനോട് സ്ഥാനം കൊടുക്കുമ്പോൾ അതൊരു മുപ്പിരി ചരട് പോലെ ആയിരിക്കും. അവരുടെ ബന്ധം, അവരുടെ ബോണ്ട് വളരെ ശക്തമായിരിക്കും അല്ലെ. അതുകൊണ്ട് അങ്ങനെ ആയിരിക്കാനാണ് ബൈബിൾ നമ്മളോട് ശുപാർശ ചെയ്യുന്നത്. തീർച്ചയായും നമ്മുടെ സൃഷ്ടാവായ ദൈവം വിവാഹം മാത്രമല്ല നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ രൂപകൽപ്പന ചെയ്തതായതുകൊണ്ട് ദൈവത്തിന് നമുക്ക് വേണ്ട കൃത്യമായ നിർദ്ദേശങ്ങൾ തരാൻ കഴിയും. അപ്പൊ അതൊരിക്കലും ലിവി എന്ത് ചെയ്ത് അതിൽ കൈകടത്തുകയോ അല്ലെങ്കിൽ അതിനെതിരെ മത്സരിക്കുകയോ ചെയ്യാൻ പാടില്ല. ജെബിൻ തീരുമാനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാൻ പോകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുകയോ ദുർമുഖം കാട്ടിക്കൊണ്ടോ ഒന്നും അതിനോട് മത്സരം കാണിക്കാനും പാടില്ല. നമുക്കറിയാം, ഒരുപക്ഷെ ഒരു ഡ്രൈവർക്ക് വഴിതെറ്റിയേക്കാം, അല്ലെങ്കിൽ അപൂർവമായി തന്റെ മുമ്പിലുള്ള അപകടം അദ്ദേഹത്തിന് ശ്രദ്ധിക്കാൻ കഴിയാതെ പോയേക്കാം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? കൂടെയുള്ളവർ അല്ലെങ്കിൽ കൂടെ യാത്ര ചെയ്യുന്നവർ എന്ത് ചെയ്യാൻ കഴിയും? അവർക്ക് വേണമെങ്കിൽ ദയോടെ ഒന്ന് ചൂണ്ടിക്കാണിക്കാം, ശ്രദ്ധിക്കണം, മുമ്പിൽ ഒരു അപകടമുള്ളതായിട്ട് തോന്നുന്നു എന്നൊക്കെ പറയാം അല്ലെ. അങ്ങനെയാണ് വേണ്ടത്. ഇനി അത് മാത്രമല്ല, ജെബിനും തന്റെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ്, താൻ കുടുംബത്തിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ലിവിയുടെ അഭിപ്രായങ്ങൾ ചോദിക്കാനും ജെബിന് ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെ മാത്രമേ തീരുമാനം എടുക്കാവൂ. കാരണം ഈ തീരുമാനം എടുക്കാന്നത് ഒരു ഏകാധിപതിയെ പോലെ പെരുമാറാൻ ജെബിനെ ജെബിനെ അതിനുള്ള അധികാരം നൽകുന്നില്ലെന്ന് ജെബിൻ അറിഞ്ഞിരിക്കണം. പകരം ലിവിയയുടെ സ്നേഹത്തോടെയും ദയയോടെയും ഒക്കെ പെരുമാറിക്കൊണ്ടാണ് ജെബിന്റെ ആ ഉത്തരവാദിത്വം ജെബിൻ നിർവഹിക്കേണ്ടത്. അതിന് ജെബിൻ സ്നേഹത്തോടെയും ദയവായപ്പോഴും ലിവിയോട് പെരുമാറണം. ഇനി ബൈബിൾ തത്വങ്ങൾക്ക് ചേർച്ചയിലായിരിക്കാൻ ആ തീരുമാനങ്ങൾ അങ്ങനെ ആയിരിക്കാൻ ജെബിൻ പരമാവധി ശ്രദ്ധിക്കുകയും ചെയ്യണം അല്ലെ. ഏതൊക്കെ കാര്യങ്ങളായിരിക്കാം ജെബിന് തീരുമാനം എടുക്കേണ്ടി വരുന്നത്? നിങ്ങളുടെ ജീവിതത്തിലെ ചിലവുകൾ, അതുപോലെ യാത്രകൾ, വിനോദങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജെബിന് തീരുമാനം എടുക്കേണ്ടി വന്നേക്കാം. പക്ഷേ ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ലിവിയയുടെ കൂടി അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ട് ജെബിൻ അങ്ങനെ ചെയ്യാൻ കഴിയും. ഇനി നിങ്ങളുടെ കുടുംബത്തിലെ ആത്മീയ കാര്യങ്ങളിൽ നേതൃത്വം എടുക്കാനുള്ള ഉത്തരവാദിത്വവും അല്ലെ അതിനുള്ള അധികാരവും ജെബിനാണുള്ളത്. ഒരുപക്ഷെ യഹോവയുടെ സാക്ഷികളല്ലാത്ത പല കുടുംബനാഥന്മാരും ചെയ്യുന്നത് പോലെ ഈ ആത്മീയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഭാര്യയുടെ ചുമലിലോട്ട് വെച്ചു കൊടുത്തിട്ട് മാറി നിൽക്കാൻ ജെബിന് കഴിയില്ല. പകരം ആത്മീയ കാര്യങ്ങളിൽ നേതൃത്വം എടുക്കാനുള്ള ഉത്തരവാദിത്തം ഭർത്താവിനാണ് യഹോവ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഉത്തരവാദിത്തം വളരെ നന്നായി ചെയ്യാൻ ജെബിന് കഴിയും. ജെബിന് അങ്ങനെ ചെയ്യേണ്ടതാണ്. നമുക്കറിയാം, നമുക്ക് അത്ര അനുഭവപരിചയം ഇല്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആരെങ്കിലും ഒരു റോൾ മോഡലായിട്ട് നമുക്കുണ്ടെങ്കിൽ അവരുടെ ഒരു രീതി അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ല. അവർ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്തതെന്ന് നമ്മൾ നിരീക്ഷിക്കുന്നത്. അതുകൊണ്ട് ജെബിൻ ഇനി ചെയ്യേണ്ടത്, ഇതുവരെ ജെബിൻ പല കാര്യങ്ങൾ സ്വന്തമായിട്ട് തീരുമാനിച്ചു അല്ലെങ്കിൽ ജെബിന്റെ ഇഷ്ടപ്രകാരം തീരുമാനിച്ചു. ഇനി ഒരിക്കലും ജെബിന് അങ്ങനെ തന്റെ ഇഷ്ടപ്രകാരം മാത്രമേ കാര്യങ്ങൾ നടക്കാവൂന്ന് തീരുമാനിക്കാൻ ജെബിന് കഴിയില്ല അല്ലേ. കാര്യം ജെബിൻ ലിവിയ ഇനി മുതൽ
ജിബിന് ശരീരത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ജിബിൻ സ്വന്തം ആഗ്രഹങ്ങളും താല്പര്യങ്ങളും മാത്രം നോക്കാതെ ലിബിയയുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കൊക്കെ വില കൊടുക്കേണ്ടി വരും. ശരി, അങ്ങനെയാണെങ്കിൽ ലിബിയയ്ക്ക് എങ്ങനെ ജിബിന്റെ സ്നേഹം പിടിച്ചുവിടാൻ കഴിയും? ഇന്ന് ലോകത്തിലെ പല ആളുകളും സ്ത്രീകളെ അഥവാ ഭാര്യമാരെ തരം താണവരായിട്ടാണ് കാണുന്നത്, അല്ലെ? അതൊരു പുരുഷന്മാരേക്കാൾ തരം താണവരാണ്. എന്നാൽ ബൈബിൾ അങ്ങനെ ഒരു ധാരണ വെച്ചു പുലർത്താൻ അനുവാദം കൊടുക്കുന്നില്ല. ഒരു ക്രിസ്ത്യാനി തന്റെ ഭാര്യയെ ബഹുമാനിക്കണമെന്നാണ് ബൈബിൾ ആവശ്യം. എങ്കിലും വിവാഹ ജീവിതത്തിൽ ഭാര്യ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതെന്താണെന്ന് നമുക്കിപ്പോൾ ബൈബിൾ തുറന്ന് വായിക്കുന്നത് ലിബിയയ്ക്ക് പ്രത്യേകിച്ച് അത് വായിച്ചു നോക്കാൻ കഴിയും. എഫേസ്യർ 5:22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ്. എഫേഷ്യൻ ചാപ്റ്റർ 5 വേഴ്സ് 22 to 24. ആ വാക്യം ഇങ്ങനെ വായിക്കുന്നു. എഫേസ്യർ 5:22 തൊട്ട് 24 വരെ. ഭാര്യമാർ കർത്താവിനെ പോലെ അവരുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കട്ടെ. കാരണം സഭയെന്ന ശരീരത്തിന്റെ രക്ഷകനായ ക്രിസ്തു സഭയുടെ തലയായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ തലയാണ്. സഭ ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ ഭാര്യയും ഭർത്താവിന് എല്ലാ കാര്യങ്ങളും കീഴ്പ്പെട്ടിരിക്കണം. ഇവിടെ കീഴ്പ്പെടുക എന്നത് ഒരു തരത്തിലും ഒരു തരംതാഴത്തിലാണെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം അതൊരു ദിവ്യ കൽപ്പനയാണ്. മാത്രമല്ല, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയാണ് യഹോവ അങ്ങനെ ഒരു നിർദ്ദേശം നൽകുന്നത്. അതെന്തുകൊണ്ടാണ് കീഴ്പ്പെടൽ എന്ന് പറയുന്നത് തരംതാഴത്തിലല്ലെന്ന് പറയാൻ കഴിയുന്നത്? നമുക്കറിയാം, നമ്മൾ ഈ പ്രകൃതിയിലെ പല നിയമങ്ങളിലും വിധേയരായിട്ട് വേണം നമുക്ക് ജീവിക്കണം. അതിനോട് കീഴ്പ്പെട്ടല്ല, അതിനോട് പൊരുത്തപ്പെട്ടാൽ ജീവിക്കേണ്ടി വരും. ഒരു കാരണം പറയുകയാണെങ്കിൽ ഭൂഗുരുത്വ ബലം അത് നമ്മളെല്ലാം ബാധിക്കുന്ന ഒരു സംഗതിയാണ്. ഒന്ന് ചിന്തിക്കുക, ഭൂഗുരുത്വ ബലം എനിക്ക് ബാധകമല്ല എന്ന് കരുതിക്കൊണ്ട് ആരെങ്കിലും ഒരു ഉയർന്ന കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് പറക്കാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും ഫലം? അതൊരിക്കലും ആ വ്യക്തിക്ക് സുരക്ഷിതത്വവും സന്തോഷം കൊടുക്കത്തില്ല. ആ വ്യക്തിയുടെ ജീവൻ അപകടത്തിലാണ്. അതുപോലെ തന്നെയാണ് ഭർത്താവിന് കീഴ്പ്പെടുക എന്നുള്ളത് ഒരു ദൈവം വെച്ചിരിക്കുന്ന നിർദ്ദേശമാണ്. അത് ബാധകമാക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ യഥാർത്ഥ സന്തോഷത്തിന് ഇടയാക്കും. അതുകൊണ്ട് എഫേസ്യർ 5:33 പറയുന്ന ലീലായിക്കുന്ന ശ്രദ്ധിക്കാമോ? എഫേഷ്യൻ ചാപ്റ്റർ 5 വേഴ്സ് 33. അവിടെ ഇങ്ങനെ പറയുന്നു: എങ്കിലും നിങ്ങൾ ഓരോരുത്തരും ഭാര്യ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അതേസമയം ഭാര്യ ഭർത്താവിനെ ആഴമായി ബഹുമാനിക്കുകയും വേണം. അതെ, ഭർത്താവിനോട് ആഴമായ ബഹുമാനം കാണിക്കാൻ ഭാര്യയോട് യഹോവ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഭർത്താവിനോട് മത്സരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ താഴ്ത്തിക്കെട്ടുകയോ ചെയ്യുന്നതിന് പകരം ബഹുമാനം കാണിക്കാൻ വിവേക്ക് ശ്രമിക്കാൻ കഴിയും. ഒരുപക്ഷെ ഭർത്താവെന്ന നിലയിൽ ജബിൻ ചില പിശകളൊക്കെ വരുത്തേക്കാം, അല്ലെങ്കിൽ ജബിൻ ചില തെറ്റായ തീരുമാനങ്ങൾ എടുത്തേക്കാം. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ജബിനെ കടുത്ത അപമാനത്തിൽ വീണു പോകുന്ന തരത്തിൽ അധിക്ഷേപമാക്കൾ പറയാനോ അല്ലെങ്കിൽ ജബിനെ ഇടിച്ചു കളയാനോ ശ്രമിക്കുന്നതിന് പകരം വിവേകത്തോടെ പെരുമാറിക്കൊണ്ട് ജബിന്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാനും അതുപോലെ ജബിന് കൂടുതൽ മെച്ചമായ കാര്യങ്ങൾ ചെയ്യാനുള്ള സഹായം കൊടുക്കാനും വിവേക്ക് കഴിയും, അല്ലേ? ഒരുപക്ഷെ ജബിൻ ആവർത്തിച്ച് അല്ലെങ്കിൽ കൂടെ ചില പിശകളൊക്കെ വരുത്തുമ്പോൾ ലിബിക്ക് അത് ചൂണ്ടിക്കാണിക്കാം. പക്ഷെ അത് ആദരവോടെ ദൈവയുടെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ജബിനെ തിരുത്താൻ വളരെ എളുപ്പമായിരിക്കും. കാരണം ഇന്നു മുതൽ നിങ്ങൾ ഒരു ടീമാണ്. അവിടെ നിങ്ങൾ രണ്ടുപേരും രണ്ട് കക്ഷികളല്ല, നിങ്ങൾ രണ്ടുപേരും ഒരു ടീമാണ്, അല്ലെ? തന്നെ വാശിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിന്റെ ആ ഒരു ബലത്തെ അല്ലെങ്കിൽ അതിന്റെ ഒരു കെട്ടുറപ്പിനെ ബാധിക്കാതെ നിങ്ങൾ തീർച്ചയായും നല്ല ശ്രമം ചെയ്യേണ്ട ആവശ്യമുണ്ട്. ലിബിയയും ജബിനും ആ കാര്യത്തിൽ ഒരു ടീമാണെന്ന് ചിന്തിക്കാൻ കഴിയും, അല്ലെ? ഒരുപക്ഷെ നിങ്ങളുടെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിന് മുമ്പ് ചില അഭിപ്രായങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോടോ സുഹൃത്തുക്കളോടോ ചോദിക്കുന്നത് തെറ്റല്ല. ഒരുപക്ഷെ അവരുടെ ചില അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് എല്ലാ ബുദ്ധിമുട്ടുകളും തേടുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ തീരുമാനങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതത്തോട് ബന്ധപ്പെട്ട തീരുമാനങ്ങൾ നിങ്ങളുടെ മാത്രമായിരിക്കണം. മറ്റുള്ളവരുടെ തീരുമാനങ്ങൾ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ നിങ്ങൾ അനുവദിച്ചു കൊടുക്കാതിരിക്കാനും നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്, അല്ലെ? അതുകൊണ്ട് വിവാഹ ജീവിതത്തിൽ ആഴമായ സ്നേഹം നട്ടു വളർത്തുന്നതാണ് അത് നിലനിൽക്കുന്ന സന്തോഷത്തിനും അത് മനോഹരമായിരിക്കുന്നതിനും ഇടയാക്കുന്നത്. തീർച്ചയായും ബൈബിൾ പ്രോത്സാഹിപ്പിക്കുന്നത് സ്നേഹം ധരിക്കാനാണ്. ധരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മൾ വസ്ത്രം ധരിക്കുന്നതിനോടുള്ളൊരു താരതമ്യമാണ് അവിടെ പറയുന്നത്. നമ്മൾ എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത്? അതൊരു പരിധിവരെ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നതിനും അതുപോലെ നമ്മുടെ മനോഹാരം വർദ്ധിപ്പിക്കുന്നതിനാണ്. നമുക്കറിയാം, പുറത്തു നിന്നുള്ള അനാവശ്യമായ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ശരീരത്തേക്ക് വന്ന് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്നത് ഒഴിവാക്കാൻ വസ്ത്രം ധരിക്കുന്നത് നമ്മളെ സഹായിക്കും. അതുപോലെ നമ്മുടെ ആത്മവിശ്വാസവും ഭംഗിയൊക്കെ വർദ്ധിപ്പിക്കാനും വസ്ത്രം ധരിക്കുന്നത് സഹായിക്കും. അതുപോലെ നമ്മൾ സ്നേഹം ധരിക്കണമെങ്കിൽ, അങ്ങനെ വിവാഹ ഇണകൾ പരസ്പരം സ്നേഹം ധരിക്കുന്നെങ്കിൽ നിങ്ങളുടെ വിവാഹബന്ധം കെട്ടുറപ്പുള്ളതായി തീരും. അതുപോലെ അതിന്റെ അഴക് വർദ്ധിക്കാനും അവയിടാകും. അതുകൊണ്ട് എല്ലാ ദിവസവും ജബിനും ലിബിയയും എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾ പരസ്പരം സംസാരിക്കാൻ സമയം മാറ്റി വയ്ക്കുക. ഒരുപക്ഷെ ഈ വിവാഹ ദിവസം വരുന്നതിന് മുമ്പ് ഒരുപാട് സംസാരിക്കാൻ സമയം എടുത്തിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്, തീർച്ചയായും അങ്ങനെ ചെയ്യേണ്ടതാണ്. എന്നാൽ നിങ്ങൾ ഇനി ഒരുമിച്ചായിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ധാരാളം സമയം അതിനു വേണ്ടിയാണ്.
സംസാരിക്കാനും സ്വയം പാലിച്ചിലും പ്രകടിക്കാനും ഒരുപാട് സമയം ഇങ്ങനെ വരും. അതൊക്കെ നന്നായി പ്രയോജനപ്പെടുത്താനാണ് നിങ്ങൾ ഇനി ശ്രദ്ധ കൊടുക്കുന്നത്. അതുപോലെ ജെബിൻ സംസാരിക്കുമ്പോൾ ജെബിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ലിവിയയ്ക്ക് വളരെ ശ്രദ്ധയോടെ അത് കേട്ടിരിക്കാൻ കഴിയും. ഇനി ലിവിയയ്ക്ക് എന്തെങ്കിലും പറയാനുള്ളപ്പോൾ ജെബിനും അശ്രദ്ധ കാണിക്കാതെ അശ്രദ്ധയോടെ ആയിരിക്കാതെ ലിവിയ പറയുന്നതെല്ലാം ശ്രദ്ധിക്കാനും അതുപോലെ തന്നെ ആശയവിനിമയോ അല്ലെങ്കിൽ കാര്യങ്ങളുടെ വ്യത്യാസം അറിയാം. അപ്പോൾ പോലും പങ്കാളി പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കാൻ മനസ്സിലാക്കാൻ കാണിക്കുന്നത് നിങ്ങളുടെ അടുത്ത് മതിപ്പിക്കാൻ നിങ്ങളെ സഹായിക്കും. അത്രല്ല നിങ്ങൾ പരസ്പരം എല്ലാ ദിവസവും അതിനകത്തോടെ പ്രേമബന്ധത്തോടെ നിങ്ങൾക്ക് പെരുമാറാൻ കഴിയും. അത് ഉറപ്പ് കൊടുക്കണം. ആ രണ്ടാമത് ഉറപ്പ് കൊടുക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. മനസ്സിലാക്കി ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങളെ വിവാഹബന്ധത്തെ ശരിക്കും ബലപ്പെടുത്തും. കാരണം ബൈബിളിങ്ങിന്റെ ഉറപ്പത്തിന് സ്നേഹം ഒരിക്കലും നിലച്ചു പോകുന്നില്ല. ഇത്രയായിരുന്നു വിവാഹത്തോടെ ബന്ധത്തിൽ നിങ്ങളോട് വിരിയാറും ഞങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള സമയത്തിലേക്കാണ് നവദമ്പതികൾ തങ്ങളുടെ വിവാഹപ്രതിജ്ഞ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ജെബിൻ എന്ന ഞാൻ ലിബിയ എന്ന നിങ്ങളെ ക്രിസ്തീയ ഭർത്താക്കന്മാർക്കായി വിശുദ്ധ തിരുവഴുത്തുകളിൽ വിവരിച്ചിരിക്കുന്ന ദിവ്യ നിയമത്തിനനുസരണമായി ദൈവത്തിന് ദാമ്പത്യ ക്രമീകരണ പ്രകാരം നമ്മളിരുവരും ഭൂമി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സ്നേഹിക്കുന്നതിനും വാത്സല്യപൂർവ്വം പരിപാലിക്കുന്നതിനും എൻ്റെ വിവാഹിത ഭാര്യയായി സ്വീകരിച്ചിരിക്കുന്നു. I, Livia, I take you, Jebin, with me, my bedded husband, to love and cherish and deeply respect, accordance with a divine law as with the Holy Scriptures, as a Christian wife, for as long as we both live together on earth, according to God's marital arrangement. ലിവിയയും 21/9/2021 കൊടുങ്ങൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച്
ഇന്ത്യൻ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹിതരായതാണ്. ഒരു നിയമിത ശുശ്രൂഷ എന്ന നിലയിൽ നിങ്ങളുടെ മുമ്പാകെ ഈ ശാസന മുമ്പാകെ ഇവിടെ ഭാര്യ ഭർത്താക്കന്മാരായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ദൈവം കൂട്ടിച്ചേർത്തതിനെ ഒരു മനുഷ്യനും വേർപെടുത്താതിരിക്കട്ടെ. ഈ വിവാഹത്തിന് ജീവനിൽ ദിവ്യ ദമ്പതിമാരെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പ്രാർത്ഥനയ്ക്കെടുത്തു ഇല്ലാതെ ഈ വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തം കൊണ്ടുവരാനും അങ്ങയുടെ വചനം പറയുന്നത് പോലെ വിവാഹ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനും ഒക്കെ നന്ദി വന്നു. വിശേഷം ഇന്ത്യയുടെ വിവാഹവേളയിൽ ആയിരിക്കാനും അവരോടൊപ്പം അവരുടെ സമ്പത്ത് പങ്കിടാനും അവിടുത്തെ ദിവ്യക്രമീകരണത്തെ വളർത്താനും അതുപോലെ അതിൻ്റെ മഹത്വം മനസ്സിലാക്കാനൊക്കെ നിങ്ങളെ സഹായിക്കുന്നു. അവരുടെ എത്ര സന്തോഷകരമായ ഒരു മുമ്പിലാണ് കാര്യങ്ങൾ പ്രചോദിപ്പിക്കുന്നത്. അതുപോലെ വിവാഹം ആചാരങ്ങളൊക്കെ കിടക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഈ മനസ്സിലാക്കിയ കാര്യങ്ങളുടെ ചർച്ചയിൽ ജീവിതം കൊണ്ടുപോകാൻ നവദമ്പതികളെ നമ്മൾ സഹായിക്കണമെങ്കിൽ ഇന്ന് വിവാഹം പ്രത്യേകം വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ്. കാരണം ലോകത്തിൻ്റെ സ്വാധീനവും കറണ്ട മനോഭാവമൊക്കെ വിവാഹ ജീവിതത്തെ വെറും തരം താഴ്ന്നതായി കാണാനോ അല്ലെങ്കിൽ അതിൻ്റെ ആ മൂല്യവും പത്രത്തൊക്കെ ഇതിനെക്കുറിച്ച് കാണാനൊക്കെയാണ് ആളുകൾ ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു സമ്മർദ്ദമുള്ള സമയത്തും അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുന്ന വിവാഹ ജീവിതം വിജയമായി കൊണ്ടുപോകാൻ ഈ നവദമ്പതികളെ നമ്മൾ സഹായിക്കണമെങ്കിൽ അവർക്ക് സമയക്കാൻ വലിയ നിൽക്കാൻ ജീവിക്കാൻ ആവശ്യമായ ജ്ഞാനവിശുദ്ധിയും പറയുന്നത് അവരെ കുടുംബാംഗങ്ങളെ ഇടപെടാനും ഇത് ഈ കൂടിവരവ് ഞങ്ങൾക്കെല്ലാം വലിയ സന്തോഷവും ആഹ്ലാദത്തെ ദിവസമാണ്. പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കറി മഴയുള്ള കൂട് ആ പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കറി മഴയുള്ള കൂട് കണ്ണാളൻ കെട്ടുന്നുണ്ടല്ലോ അത് നിന്നെ പൂട്ടാനാണല്ലോ തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന. കണിയല്ലേ കൺമണിയല്ലേ ആദ്യം ചൊല്ലും നിൻ കണവൻ കണ്ണാ നീ വെയിൽ കൊള്ളല്ലേ നീയും ചൊല്ലും ഓ കഥ മാറും ചേകവനാകും ഉറുമിയെടുക്കും പടവീരൻ വിനോദിന ഘടകം എരിപൊടിയങ്കം. കേട്ടോ നീ കേട്ടോ ഈ കൂട്ടിൽ പെട്ടാൽ പിന്നെ നീലാകാശം കണ്ടോ ഇല്ലെന്നാരോ ചൊല്ലുന്നേ. കണ്ണായൻ കണ്ണായൻ കള്ളത്താക്കോ തീർക്കും
പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കരിമ്പഴയുള്ള കൂട് ആ പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കരിമ്പഴയുള്ള കൂട് കണ്ണാളൻ കെട്ടുന്നുണ്ടല്ലോ ഓ അത് നിന്നെ പൂട്ടാനാണല്ലോ തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ് പൂമരക്കൊമ്പിൻ ചാരത്ത് പൂമണം വീശും നേരത്ത് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു വൈകിളിക്കാറ്റ് പറയാതെ പള്ളിയിൽ വെച്ചൻ കരളിൽ കേറിയൊളിച്ചവളെ പതിവായി പല പല വട്ടം മനസ്സിൽ ചൂളമടിച്ചവളെ പറയാതെ പള്ളിയിൽ വെച്ചൻ കരളിൽ കേറിയൊളിച്ചവളെ പതിവായി പല പല വട്ടം മനസ്സിൽ ചൂളമടിച്ചവളെ ആദ്യമായുള്ളിനുള്ളിൽ പൂത്ത പൂവല്ലേ സമ്മതം തന്നാൽ നിന്നെ താലി കെട്ടിക്കൊണ്ടുപോവില്ലേ ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ് പൂമരക്കൊമ്പിൻ ചാരത്ത് പൂമണം വീശും നേരത്ത് തന്നനം
പൂക്കൾ പൂക്കും തരുണം മാറുയിരേ பார்த்ததாருமில்லையே புலரும் காலை பொழுதை முழுமதையும் பிறந்த போவதில்லையே நேற்று வரை நேரம் போ